ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ, വിൽ ദേ കം ബാക്ക് ടു യു, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. കാർഡുകൾ എടുക്കുന്ന ടൈമിൽ പരമാവധി പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വിൽ ദേ കം ബാക്ക് ടു യു എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. വിൽ ദേ കം ബാക്ക് ടു യു, അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? Will they come back to you? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? Okay. Will they come back to you? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. Will they come back to you? നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? Okay. Will they come back to you? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? തിരികെ വരാനായിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് കപ്സ് ആണ്. നമുക്ക് ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം ഒരു വേദനയിലാണുള്ളത്. നിങ്ങളുടെ ഒരു ആബ്സെൻസ് അവരെ അത്രയധികമാണ് ഈ ഒരു സമയത്ത് വേദനിപ്പിക്കുന്നത്. അവരൊരു ഹീലിംഗ് ആയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ വേർപാട് വളരെ നെഗറ്റീവായിട്ട് അവരെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരു സ്വയം ഹീലാകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. മീൻസ് അവർ നിങ്ങളുടെ സാമീപ്യം ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റിൽ വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാം. നിങ്ങളെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നെക്സ്റ്റ് മൂവ് എടുക്കാൻ ആഗ്രഹിക്കുകയാണ് അവര്. അതായത് നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർ മറ്റൊരു ശ്രമം ആരംഭിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഡയറക്റ്റ് വരുന്നതിന് അവർക്ക് എന്തോ ഒരു വലിയ തടസ്സങ്ങളുണ്ട്. മേ ബി ചില വ്യക്തികളായിരിക്കാം അതിന് തടസ്സം നിൽക്കുന്നത്, അല്ലെങ്കിൽ ചില ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കാം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ അരികിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിലെ പല പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഏതൊരു പ്രശ്നങ്ങളിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അവരുടെ ഒരു മനസ്സിലെ തോന്നൽ എന്ന് പറയാം, അല്ലെങ്കിൽ മനസ്സിലെ ഫീലിങ്സ് എന്ന് പറയാം, നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ്. ഈവൻ ഈ ഒരു സിറ്റുവേഷനിൽ പോലും അവര് നിങ്ങളുടെ ഒരു സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത്രയധികം അവർക്ക് ആകുലതകളുണ്ട്. അതായത് ഏത് വിധേനയും നിങ്ങളിൽ എത്തിച്ചേരാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ലൈഫിൽ നിങ്ങളെ നഷ്ടമായി പോവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവര് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ അരികിലേക്ക് വരേണ്ടത് എന്ന് അവർക്കറിയില്ല. പക്ഷെ അവരുടെ മനസ്സിൽ ഒരു തീരുമാനമുള്ളത് നിങ്ങളുടെ അരികിലേക്ക് തീർച്ചയായിട്ടും വരണം, നിങ്ങളെ നേരിട്ട് കാണണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആ വ്യക്തിക്ക് ചിന്തിക്കാനും ഒരു ഡിസിഷൻ എടുക്കാനുമുള്ള ഒരു അവസരം കൊടുക്കുക എന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യപ്പെടേണ്ട ഒരു സമയമാണ്. മേ ബി ഇതൊരു യൂണിവേഴ്സിന്റെ ഒരു പ്ലാൻ ആയിരിക്കാം. നിങ്ങളെയോ നിങ്ങളുടെ പേഴ്സണെയോ സ്പിരിച്വൽ വേയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പ്ലാൻ ആയിരിക്കാം. മേ ബി ആ ഒരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വഴി രണ്ടുപേരും ഒന്നിച്ചു ചേരാനുള്ള ഒരു സാധ്യതയായിരിക്കാം ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് കാണുന്നുമുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലുള്ള ഈ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ തന്നെ ഇങ്ങനെ
തന്നെ കൺവേർട്ട് ആകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തനിയെ അത് കൺവേർട്ടായി മാറും. അപ്പോൾ ആ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ പോയിട്ട് ഒരു ബാലൻസ് വരും. തനിയെ അത് കാലചക്രം തിരിയുമ്പോൾ അത് നടക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. ചില കാര്യങ്ങൾ ഒന്ന് സ്റ്റേബിൾ ആക്കാനുള്ള രീതിയിലുള്ള ഒരു ഡിസിഷൻസ് ആണ് യൂണിവേഴ്സ് തന്നെ എങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാൻ പ്രകാരം, യൂണിവേഴ്സിന്റെ ഒരു പ്ലാൻ പ്രകാരം നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്നു. അപ്പോൾ യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾ ഒരുമിച്ച് ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വ്യക്തി അത്രമാത്രം ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സാഹചര്യങ്ങളാണ് അതിന് തടസ്സമായി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒരു സമയത്ത് മനസ്സിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. സ്പിരിച്വലി മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ ആ ഒരു സ്പിരിച്വൽ രീതിയിലൊക്കെ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊരു യൂണിവേഴ്സൽ മെസ്സേജ് ആയിട്ട് എടുക്കുക. ഇതാണ് നമുക്കൊരു ഓവറോൾ എനർജി നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്തു നോക്കാം. റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്തു നോക്കാം. Clues related to this reading, okay? Clues related to this reading. Okay. ഇവിടെ കുറച്ച് ക്ലൂസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ക്ലൂ 1 month എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതൊരു പോസിബിലിറ്റിയാണ്. ഓക്കെ, ലെറ്റർ ബി നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ 1987, 26. ഓക്കെ, ചൈൽഡിഷ്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വഭാവം ചൈൽഡിഷ്, കുട്ടികളെ പോലെയുള്ള ഒരു സ്വഭാവമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണ് എന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ തോന്നുന്നുണ്ടാവാം. 1991 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1981, ലെറ്റർ എൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. റെയിൻബോ സയൻസ്. ഈ ഒരു സമയത്ത് നിങ്ങൾ റെയിൻബോ സയൻസ് ഒക്കെ ഒത്തിരി കാണുന്നുണ്ടാകാം, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. അതൊരു മാറ്റത്തിന്റെ സൈനാണ്. അപ്പോൾ ഒരു റീസ്റ്റാർട്ടിന്റെ ഒരു സൈനാണ്, ന്യൂ ബിഗിനിങ്ങിന്റെ ഒരു സൈനായിട്ട് നമുക്കൊരു പോസിറ്റീവ് സൈനായിട്ട് കാണാനായിട്ട് പറ്റും. റെഡ് കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ റെഡ് കളർ ആയിരിക്കാം ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ ജെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ ഡിസ്ട്രിക്റ്റ്, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ഈ കണ്ണൂർ ജില്ലയ്ക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ടീ ലവർ, ചായ ഒത്തിരി ഇഷ്ടമുള്ള, ചായയെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഗ്രേസ് ആയിരിക്കാം ചായയോട് ചിലപ്പോൾ. ഒക്ടോബർ മന്ത്. ഓക്കെ, പോലീസായിട്ട് വർക്ക് ചെയ്യുന്നവരോ പോലീസ് സെക്ഷൻ ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്യാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ട്രെയിനിങ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരാകാനുള്ള ചാൻസ് ഉണ്ട്. ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഫുട്ബോൾ കളി കാണാൻ ഇഷ്ടമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഈ കളി കളിക്കുന്ന ആളുകളും ഒക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണും ഒക്കെ എന്ന് വിചാരിക്കുന്നു. 6 days അതിൻ്റെ ഒരു പോസിബിലിറ്റിയാണ്. 6 days നമുക്ക് കിട്ടിയിട്ടുണ്ട്. 44, മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണൊക്കെ. 1986, നെയിൽ പോളിഷ് ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. നെയിൽ പോളിഷിന്റെ കളക്ഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ, അല്ലെങ്കിൽ നെയിൽ പോളിഷുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം നിങ്ങൾക്ക്. 2023, ടുഡേ. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. ലവബിൾ ആയിട്ട്, വളരെ ലവബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ജൂൺ മന്ത്. ഓക്കെ, ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആളുകളായിരിക്കാം. 41, 1996 എന്ന് പറയുന്ന വർഷം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയുമായിട്ട് ഈ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്നു. ചോക്ലേറ്റ് ലവർ, ചോക്ലേറ്റ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. മോൾ ഓൺ റൈറ്റ് ചീക്ക്, റൈറ്റ് സൈഡിലെ കവിളിൽ ഒരു മറുകുണ്ട് എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് സർക്കിൾ ഒത്തിരി ഉള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ ഒക്കെ. 29, ഓക്കെ. 2002,
വയനാട് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നവരോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വയനാട് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളായിരിക്കാം. എൻകറേജസ് യു, നിങ്ങളെ ഒത്തിരി എൻകറേജ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ എൻകറേജ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഐസ്ക്രീം ലവർ, ഓക്കെ, ഐസ്ക്രീം ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ ഐസ്ക്രീം കഴിക്കാനൊക്കെ ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി പേര് ഇപ്പോൾ എനിക്ക് കമൻറ്റുകൾ ഇടുന്നുണ്ട്, റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ. വളരെ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട്. അതിലൊക്കെ ഈ ഒരു സമയത്ത് നന്ദി പറയുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കണം. അതുപോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.